രാവിലെ ടിഫിനൊക്കെ കഴിച്ചു. നേരെ ക്ഷേത്ര ദർശനത്തിനുള്ള പുറപ്പാടിലാണ്. ഇത് പോകുന്ന ഒരു സൈക്കിൾ റിക്ഷയില. ഇത് വാരണാസിയുടെ പ്രഭാത വീഥികൾ. ഇവിടെയൊക്കെ നോക്കൂ, എല്ലാം തകർന്ന് കിടക്കുന്ന കെട്ടിടങ്ങളൊക്കെ. ഒരുപക്ഷെ ഇത് റോഡിന് വീതി കൂട്ടാൻ വേണ്ടിയൊക്കെ ഇടിച്ചതാണോ, അതിനും അതിൻ്റെ പഴമ കാരണം ഇടിഞ്ഞു വീണതാണോ എന്നറിയില്ല. ഇവിടുത്തെ ശിവലിംഗത്തിൻ്റെ പ്രത്യേകത എന്താ അറിയാം? ഇദ്ദേഹമുള്ള ഇടുക്ക് വഴികളിൽ കൂടെയൊക്കെയാണ് ഞങ്ങളെ കൊണ്ടുപോകുന്നത് കേട്ടോ. നമ്മളവിടെ ഫ്രണ്ടിൽ സ്ഥലമേ അല്ല, എന്നിട്ടും അയാളെ ഓവർടേക്ക് ചെയ്തൊക്കെയാണ് പോകുന്നത്. മനുഷ്യരൊക്കെ വേണമെങ്കിൽ മാറിക്കോണം, ആര് വേണമെങ്കിലും, വണ്ടിക്കാരാണെങ്കിലും മാറിക്കോണം, ജീവൻ വേണമെങ്കിൽ. പുള്ളി അടിച്ചു വിട്ടാൽ പോവാണ് ബെല്ലൊക്കെ അടിച്ച്. ഇത്രയും ചവിട്ടിയില്ലേ, നമ്മളാണിപ്പോൾ വേർത്ത് വിളിച്ചില്ലേ അണച്ചേനെ. നമ്മൾ വല്ലപ്പോഴും നടന്നിട്ട് 17 സ്റ്റെപ്പ്. ഇന്നലെ മൊത്തത്തിൽ 17 കിലോമീറ്റർ നടന്ന് പരിപ്പിളകി എന്ന് പറഞ്ഞു. ഏകദേശം അത് 10-15 കിലോമീറ്റർ വരും അല്ലേ? നടന്ന് പരിപ്പിളകിപ്പോയി. അതുകൊണ്ട് രാവിലെ അങ്ങോട്ട് നടക്കത്തില്ല, ഇങ്ങോട്ട് നടക്കാമെന്ന് വെച്ചു. ഗൈസ്, നമ്മളങ്ങനെ റിക്ഷയിൽ നിന്ന് ഇറങ്ങി കേട്ടോ, അമ്പലത്തിനടുത്തായിട്ട്. ആദ്യം നമ്മൾ പോകുന്നത് ശ്രീ കാലഭൈരവ ക്ഷേത്രത്തിലാണ്. നോക്കുമ്പോൾ കുറേ ആർമി ട്രക്കുകൾ ഇങ്ങനെ പോകുന്നു. അപ്പോൾ ഇവിടുന്ന് ഈ റോഡ് ക്രോസ് ചെയ്ത് ആ മുന്നിൽ കാണുന്ന ഇടവഴിയിലൂടെ നടന്നു കഴിഞ്ഞാൽ അമ്പലത്തിൻ്റെ മുന്നിൽ ചെല്ലുമെന്ന് പറഞ്ഞു. ഞങ്ങൾ അങ്ങോട്ട് നടക്കുകയാണ്. ഗൈസ്, നമ്മൾ അവിടുത്തെ ദർശനം കഴിഞ്ഞിട്ട് അങ്ങനെ കാശി വിശ്വനാഥ ടെമ്പിളിൻ്റെ മുന്നിൽ വന്നേ. ഇവിടെ നമുക്ക് സുഖം ദർശനം എന്നൊരു പാസ് എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ദർശനം കഴിയും. ഇവിടെ നിന്നാണ് നമുക്ക് പാസ് എടുക്കേണ്ടത്. നമുക്ക് ഓൺലൈൻ വേണേലും എടുക്കാം, അതല്ല ഇവിടെ വന്ന് വേണേലും ഇവർ നമുക്ക് ഇവിടുന്ന് പ്രിൻ്റ് എടുത്ത് തരും പാസ്. 300 രൂപയാണ് പാസ്സിന്. അങ്ങനെ നമ്മൾ ദർശനം കഴിഞ്ഞിട്ട് വെളിയിൽ ഇറങ്ങി കേട്ടോ. പെട്ടെന്ന് വലിയ താമസം ഉണ്ടായില്ല, ഒരു അരമണിക്കൂറിനുള്ളിൽ തന്നെ കാര്യം കഴിഞ്ഞു. ഗൈസ്, അപ്പോൾ രാവിലെ ക്ഷേത്ര ദർശനമൊക്കെ കഴിഞ്ഞു. ഭയങ്കര തിരക്കായിരുന്നു, ഭയങ്കര ചടങ്ങാണ് അവിടെ പോകാമെന്ന് പറഞ്ഞാൽ. ഞങ്ങളാദ്യം ബാഗ് കൊണ്ടൊക്കെ അകത്ത് കയറി, ചെരുപ്പും ബാഗ് കൊണ്ടൊക്കെ അകത്ത് കയറി. അകത്ത് എവിടെയും ലോക്കർ റൂമിൽ വെക്കാമെന്ന് വെച്ച് കയറി. അകത്ത് കയറി കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് സ്മാർട്ട് വാച്ചും മറ്റ് സാധനങ്ങളൊന്നും പറ്റില്ല എന്നറിഞ്ഞത്. പിന്നെ ഞങ്ങൾ തിരിച്ച് ഇറങ്ങി വെളിയിൽ പോയി. അതവിടെ വെച്ചിട്ട് തിരിച്ചു വന്നപ്പോൾ വീണ്ടും മൊബൈൽ പറ്റില്ല. പിന്നെ മൊബൈലകത്ത് ലോക്കർ റൂം ഉണ്ടായിരുന്നു, അവിടെ വെക്കാമായിരുന്നു. ചെരുപ്പൊക്കെ അവിടെ വെക്കാൻ പറ്റും. ഇങ്ങനെയൊക്കെയുള്ള ഒരു സാധനം കൊണ്ട് അകത്ത് കയറി കഴിഞ്ഞാൽ ഇവിടുത്തെ ദർശനം നടക്കില്ല. ഒരു സാധനമില്ലാതെ പോകുന്നതായിരിക്കും നല്ലത്. ദർശനമൊക്കെ കഴിഞ്ഞ് തിരിച്ചിറങ്ങി വന്ന് രാവിലെ വല്ലതും കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇവിടെ കയറിയതാണ്. ഇന്നലെ കയറിയ ഹോട്ടലിൽ തന്നെ കയറിയേക്കുവാണ്. നമ്മൾ ഓർഡർ ചെയ്തത് പനീർ ബട്ടർ മസാലയും പിന്നെ ലസ്സിയും അതുപോലെ റൊട്ടിയും പിന്നെ പനീർ ഫ്രൈഡ് റൈസും. ഗൈസ്, അപ്പോൾ നമ്മളിങ്ങനെ റൂമിൽ വന്നെന്ന് പറഞ്ഞാൽ രാവിലെ രണ്ട് ക്ഷേത്ര ദർശനം നടത്തി. ഒന്ന് കാലഭൈരവ ക്ഷേത്രം, അത് ആദ്യം പോയി. ഞങ്ങൾ രാവിലെ പോയായിരുന്നു. അത് കഴിഞ്ഞിട്ട് അതിന് നല്ല ക്യൂ ഉണ്ടായിരുന്നു. ഏകദേശം ഒരു 1.5 മണിക്കൂർ കൊണ്ട് അത് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടുന്ന് കാശി വിശ്വനാഥ ക്ഷേത്രത്തിൽ വന്നു. അവിടെ നമ്മൾ സുഖം ദർശനം ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് എടുത്താൽ 300 രൂപയാണ് ഒരു ടിക്കറ്റിന്. ടിക്കറ്റ് എടുത്ത് നമ്മൾ അകത്ത് കയറി ദർശനമെല്ലാം ദർശനമൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചിറങ്ങി. അങ്ങനെ ഇപ്പോൾ ലഞ്ച് കഴിച്ചു. നേരത്തെ 12:30 ആയതുള്ളൂ ഇപ്പം. പക്ഷേ ലഞ്ച് കഴിച്ച് റൂമിൽ വന്നു. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ കുറച്ച് റെസ്റ്റൊക്കെ എടുത്തിട്ട് വൈകുന്നേരം ഇവിടെ ഇപ്പം നമ്മളിപ്പോൾ റൂം എടുത്തേക്കുന്നത് ഹരിചന്ദ്ര ഘട്ടം എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ അവിടുന്ന് അതിൻ്റെ തൊട്ടപ്പുറത്താണ് അസി ഘട്ടം, ലാസ്റ്റ് ഘട്ടമുള്ളത്. അപ്പോൾ ബോട്ട് സർവീസ് ഉണ്ട്. അസി ഘട്ടം മുതൽ മണികർണിക ഘട്ട് വരെ ബോട്ട് സർവീസ് ഉണ്ട്. അതൊക്കെ ഒന്ന് കയറണം, ബോട്ട് കയറി അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. ഗംഗാരതിയൊക്കെ ഇന്നലെ കണ്ടായിരുന്നു. അപ്പോൾ ചിലപ്പോൾ ഗംഗാരതി ചെയ്യത്തില്ല, ബോട്ടിലൊക്കെ കയറി പിന്നെ ഘട്ടുകളൊക്കെ ഒന്ന് കറങ്ങിയിട്ട് പോരും. നാളെ ഇവിടുന്ന് തിരിക്കും. ഇവിടെ ഞങ്ങൾ അയോധ്യയ്ക്ക് പോകും. നാളെ ട്രെയിനാവണം, ഉച്ചയ്ക്കാണ് ട്രെയിൻ ഉള്ളത്. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്,
നമ്മൾ കാശി വിശ്വനാഥ ക്ഷേത്രത്തിൽ പോകുമ്പോൾ നമ്മൾ ഒരു കാര്യം കയ്യിൽ കരുതണ്ട, പേഴ്സ് മാത്രം കയ്യിൽ ഇരുന്നാൽ ഓക്കെ. അല്ലാതെ നമ്മൾ ഫോണും കാര്യങ്ങളൊക്കെ കൊണ്ടുപോയാണ്ടല്ലോ, അതെല്ലാം ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞങ്ങൾ തന്നെ അകത്ത് കയറി, ആദ്യം അകത്ത് ടിക്കറ്റൊക്കെ എടുത്ത് അകത്ത് കയറി. അത് കയറിയുമ്പോൾ അവർ പറഞ്ഞു അപ്പോൾ നമ്മുടെ എല്ലാം ഫസ്റ്റ് ചെക്കിങ് ഉണ്ട്, സ്ക്രീനിങ്. അപ്പോൾ അവിടെ എൻ്റെ സ്മാർട്ട് വാച്ചും പിന്നെ നമ്മുടെ ഇയർഫോണും മാത്രമേ ഉള്ളൂ. അത് വീണ്ടും വെളിയിൽ വെച്ചിട്ട് വരാൻ പറഞ്ഞു. ഇതുകൊണ്ട് വെച്ച് വെളിയിൽ വന്നു. തിരിച്ച് വീണ്ടും അവിടെ കഴിഞ്ഞ് മുന്നോട്ട് വന്ന് അടുത്ത സ്ക്രീനിങ് വന്നപ്പോൾ ഫോണും പറ്റത്തില്ല. പിന്നെ വീണ്ടും അവിടെ നിന്ന് ഇറങ്ങി അവിടെ തന്നെ ഫോൺ വെക്കാമായിരുന്നു. അവിടെ നമുക്ക് ലോക്കർ റൂം ഉണ്ടായിരുന്നു. പിന്നെ അവിടെ ഫോൺ വെച്ചിട്ടാണ് അകത്ത് കയറിയത്. അപ്പം നമ്മളൊന്നും കൊണ്ടുപോയിരിക്കുന്നതാണ് നല്ലത്. ദർശനത്തിന് പോകുമ്പോൾ ഒരു പ്രത്യേക രസമായിരുന്നു. ഇത് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലല്ല. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ജീവിതമെന്ന്, മനുഷ്യരുടെ ജീവിതം എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാവും. ഇന്നലെ പിന്നെ ഈ ഗല്ലികളിലെല്ലാം ഞങ്ങൾ നടന്നായിരുന്നു. ഇന്നലെ ഏകദേശം 17 കിലോമീറ്റർ നടന്നു. മൊത്തത്തിൽ ഉള്ള എല്ലാ ഗല്ലികളിലും കയറി ഇറങ്ങി. ഒരു അനുഭവമാണിത്. അപ്പോൾ കുറച്ച് റെസ്റ്റൊക്കെ എടുത്തിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങിയതാണ്. ഹരിചന്ദ്ര ഘട്ടിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇവിടെയും ഉണ്ടായിരുന്നു ഈ ബോഡി കത്തിക്കുന്ന പരിപാടി. നമുക്ക് അറിയത്തില്ലായിരുന്നേ. ആ മരിച്ച ആളുടെ ബന്ധുക്കളൊക്കെയാണ് ഇവിടെ ഇരിക്കുന്നത്. അത് കാണാൻ വേണ്ടി ഇരിക്കുകയാണ് അവിടെ. ആ ബോഡി കത്തിക്കാനുള്ള എല്ലാ സെറ്റപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. ഗംഗാനദി കൂടെ ഒരു ബോട്ട് യാത്രയ്ക്കുള്ള പരിപാടിയിലാണ്. 100 രൂപയാണ് ഒരു ടിക്കറ്റിന് പറയുന്നത്. 100 രൂപ. നോക്കട്ടെ, വെള്ളത്തിൽ തൊടാൻ കൊള്ളത്തില്ല. അത് പിന്നെ ചുമ്മാ ഒരു യാത്ര. നമ്മൾ രണ്ടും മാത്രമേ ഉള്ളൂ ഗൈസ്. ഞങ്ങളെ ബോട്ടിൽ കയറിയില്ല ഗൈസ്. എന്താണെന്ന് വെച്ചാൽ അവിടെ ഒരു 3000 രൂപയാണ് ഒരു ബോട്ട് ഫുള്ള്. അപ്പോൾ നമുക്ക് 2 പേർക്ക് മാത്രം പോകാൻ പറ്റും. അതല്ലാണ്ട് നമ്മൾ വെയിറ്റ് ചെയ്യണം കുറേ നേരം. അപ്പോൾ 100 രൂപയുള്ള ടിക്കറ്റ്. 30 പേരാവുന്നതിന് വരെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പോകാൻ പറ്റും. അവിടെ ഞങ്ങൾ കയറിയില്ല. വേറൊരു ഘട്ടിലോട്ട് പോകും. അവിടെ കിട്ടുമായിരിക്കും, നോക്കാം. ഇവിടേക്ക് ഓരോ സ്വാമിമാരൊക്കെ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. ചിലരൊക്കെ കാണാൻ അവിടെ ഇവിടെയൊക്കെ ഒരു ടെൻറ്റ് പോലെ കെട്ടിട്ട് അവിടെ ഇരിക്കുകയൊക്കെ ചെയ്യുന്ന ഭസ്മമൊക്കെ തേച്ച്. ഗൈസ്, ഇത് ഇന്നത്തെ ഗംഗാ ആരതിക്കുള്ള തയ്യാറെടുപ്പുകളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഗൈസ്, ഞങ്ങൾ അങ്ങനെ ഒരു ബോട്ടിൽ കയറി കേട്ടോ. 100 രൂപയാണ് ടിക്കറ്റ്. ഗൈസ്, അങ്ങനെ ബോട്ടിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഇവിടെ ഗംഗാ ആരതി നടക്കുന്ന സ്ഥലത്ത് വന്നു കേട്ടോ. അപ്പോൾ ആൾക്കാരൊക്കെ ഇങ്ങനെ വെയിറ്റിങ്ങിലാണ്. 6:30-ക്കാണല്ലോ ഇത് തുടങ്ങുന്നത്. അപ്പോൾ 6:30 ആവാൻ വേണ്ടി എല്ലാവരും വെയിറ്റിങ്ങാണ്. അപ്പോൾ കണ്ടില്ലേ, ബോട്ടുകളൊക്കെ വന്ന് അവിടെ അടുത്തിട്ടുണ്ട്. അവിടെ ഇരുന്നുകൊണ്ട് നമുക്ക് കാണാൻ പറ്റും. ബോട്ടിൽ ഇരുന്നുകൊണ്ട് തന്നെ നല്ല രസമാണ് ഇതിരുന്ന് കാണാൻ ഗൈസ്. അപ്പോൾ ഇവിടുത്തെ ഗലികളിലൂടെ നടന്ന് റൂമിലോട്ട് പോവുകയാണ്. അപ്പം വേറൊരു കാര്യം കൂടെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യണമല്ലോ. നമ്മൾ കാശി വന്നതല്ലേ, ഭാങ് എന്ന് പറഞ്ഞ സാധനം. അപ്പം അത് തിരക്കി നടക്കുക ഞങ്ങളിപ്പോൾ. ഇവിടെ പലയിടത്തും അന്വേഷിച്ചു. അപ്പം അങ്ങ് ഹരിചന്ദ്രഘട്ടിൻ്റെ അവിടെ നമ്മൾ താമസിക്കുന്നതിന് അടുത്തുണ്ടെന്ന് പറഞ്ഞു. അപ്പം അവിടോട്ട് പോവാം ഞങ്ങളിപ്പോൾ. അപ്പം നമുക്ക് എല്ലായിടത്തുനിന്നും മേടിച്ച് ഇത് കഴിക്കാനും പറ്റില്ലല്ലോ. അപ്പം കുറച്ച് വൃത്തിയൊക്കെ വേണമെന്ന് തോന്നുന്നു. അപ്പം മറ്റുള്ളവർ ചിലർ പറഞ്ഞതനുസരിച്ച് വയറിന് അസുഖം ഉണ്ടാകുമെന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പം വെറുതെ നമുക്ക് കഴിക്കാനും പറ്റില്ല. അപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കണം ഗൈസ്. അവസാനം നമ്മളൊരു കട കണ്ടുപിടിച്ചു കേട്ടോ. ഇവിടെ ടണ്ടായി എന്നാണ് പറയുന്നത് കേട്ടോ. ബാങ്ങെന്ന് നമ്മൾ പറയും. ബാങ്ങെന്ന് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവും. പക്ഷേ ടണ്ടായി എന്നാണ് ഇവിടെ എഴുതി വെച്ചേക്കുന്നില്ലേ. പുള്ളിക്കാരനത് അതിൻ്റെ കൂട്ടുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എത്ര ഇത് കുറച്ച് മതിയെന്ന് ചോദിച്ചു പുള്ളിയാണ്. അപ്പോൾ നമുക്കറിയത്തില്ല. അപ്പോൾ നമ്മൾ ശരിയെന്ന് പറഞ്ഞ് അപ്പോൾ പുള്ളി അത്ര ഇട്ടു. എന്തുവാന്ന് കഴിച്ച് നോക്കാം. ഇതെന്തൊക്കെയാണ് ഒഴിക്കുന്നതെന്ന് പോലും നമുക്കറിയില്ല കേട്ടോ. സാധനം എന്തൊക്കെയാണെന്ന് അറിയത്തില്ല. ആ ഒരു സാധനം മാത്രം നമുക്കറിയാം എന്തുവാ ഇട്ടേന്നുള്ളത്. ബാക്കിയൊന്നും നമുക്കറിയത്തില്ല.
ഗൈസ് അങ്ങനെ ഞങ്ങൾ ബാങ്കൊക്കെ കഴിച്ചു. അപ്പോൾ ഇതാണ് നമ്മുടെ ഹരിചന്ദ്രഘട്ട് ജംഗ്ഷന്. അപ്പം അവിടുന്ന് ബാങ്കൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ റൂമിലോട്ട് പോവുകയാണ്. അപ്പം ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഓക്കെ, ഗുഡ് നൈറ്റ്.